എന്നെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം. ഇവിടെ നഷ്ടം വന്നിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ 2 കുട്ടികൾക്കും കുടുംബത്തിനും മാത്രമാണ്. 2 കുട്ടികൾ ചോദിക്കുകയാണ് ഉമ്മച്ചി എവിടെയെന്ന്. ആ കുട്ടികൾക്ക് അറിയൂല ആ കുട്ടികളുടെ ഉമ്മ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്, ഇനി ആ ഉമ്മാനെ കാണാൻ പറ്റൂല എന്നുള്ള കാര്യം ആ 2 കുട്ടികൾക്ക് അറിയൂല. ആ കുട്ടികൾ അറിയാതെ ഉമ്മ എവിടെയെന്ന് വല്യമ്മാനോട് ചോദിക്കുമ്പോൾ മനസ്സ് തകർന്നിട്ടാണ് ആ വല്യമ്മ ആ കുട്ടികളോട് എന്തൊക്കെയോ പറയുന്നത്. ജസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ കഴിഞ്ഞ ദിവസമാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു എലിവിഷം കുടിച്ചിട്ട്. എന്താണ് കാരണം? ആ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. 4ഉം 6ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. പഠിക്കുകയാണത്രേ ഇപ്പോഴും. ആ പെൺകുട്ടി അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയതാണ്. ആ സ്ഥലത്ത് വെച്ചിട്ട് ആ സുഹൃത്തിന്റെ വീട്ടിലുള്ള ഉമ്മയുടെ 9ഓളം പവൻ സ്വർണം അവിടെ നിന്ന് കാണാതായി. ആ പണം ഈ പെൺകുട്ടിയാണ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, അതായത് ജസീല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആ വീട്ടുകാർ വന്നിട്ട് ഇവളെ അധിക്ഷേപിക്കുകയാണ്. നീ തന്നെയാണ് ആ സ്വർണം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തിയപ്പോൾ ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ വേദന ആ പെൺകുട്ടിക്ക് തോന്നിയത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഈ സ്വർണം എടുത്തു എന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെ നിന്നിട്ട് ഈ പെൺകുട്ടിയെ ആക്ഷേപിക്കുകയാണ്. ഉമ്മ ചോദിച്ചു, മോളെ നീ അത് എടുത്തിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് ഖുർആൻ പിടിച്ച് സത്യം ചെയ്തിട്ട് ജസീല പറഞ്ഞത്രേ, ഞാനത് എടുത്തിട്ടില്ല ഉമ്മ എന്ന്. ആ ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ വിശ്വാസമാണ് എന്ന്. ആ പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല, കരയത്ത് പോലില്ല, അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല കാര്യം. എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല, എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാതെ എന്നെ നാണം കെടുത്തിട്ട് വന്നിട്ട് 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. എന്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാന്ന് വിചാരിച്ചാൽ അതൊരു പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവര് നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈന്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. എന്റെ മരണത്തിന് ഉത്തരവാദി ഇവരൊക്കെയാ. എന്റെ ഹസ്ബൻഡും ഉണ്ട് അതിന് പങ്കാളിയായിട്ട്. ഹസ്ബൻഡിന്റെ ഉമ്മ അതിനധികം ജീവിച്ചിരിക്കില്ല. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്റെ സത്യം തടയാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എന്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്താലോ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ ഒരു സമാധാനം ഉണ്ടായിട്ട് അവരെപ്പോഴും വിഷമിപ്പിച്ചോണ്ടെന്ന് ഇതിന്റെ പേരിൽ അവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടില് 9:30 പോലെ ഉണ്ടതുപോലെ എനിക്ക് ഫീലായിരുന്നു. എന്റെ ഒരിടത്തിന്റെ ഐഷ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ
എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ ബോയ്സായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റുമോ? ആരും നോക്കുമത്, ആരും നോക്കില്ല, അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴെങ്കിലും തെളിഞ്ഞാൽ ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അവരൊന്നും തന്നെ നാണം കെടുത്തി വെച്ചെന്നെ സത്യം തടയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ. ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം തെളിയിക്കണം. എന്റെ മരണത്തോടാണെങ്കിലും സത്യം തെളിയിക്കണം. മരിച്ചാ ഞാൻ എൻ്റെ മക്കൾക്കും പോയി, ആർക്കും പോകാനില്ല. എൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയ കുഴപ്പമില്ല. എല്ലാരും എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആ വീട്ടിലേക്ക് പോയോണ്ടല്ല എൻ്റെ പേര് വന്ന്. ഇങ്ങനെല്ലാം ആവൂന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇങ്ങളെന്നെ പറ, ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവോന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലല്ലോ, ഞാൻ മനസ്സോത അറിയാത്തവേ അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട്. അവിടെ റൂം എടുത്തിട്ട് പോയി ഇവിടെ വന്നു. എനിക്കറിയാത്ത പോലും ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറയണം, അല്ലാണ്ട് എന്നെ എന്തിനിങ്ങനെ നാണം. എങ്ങനെയാണെങ്കിലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത ഒരു സംഗതിയാണ്. ഇവിടെ നഷ്ടം വന്നിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ 2 കുട്ടികൾക്കും കുടുംബത്തിനും മാത്രമാണ്. ആ ഉമ്മയൊക്കെ എത്രത്തോളം മനസ്സ് തകർന്നിട്ടാണ് ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 2 കുട്ടികൾ ചോദിക്കുകയാണ് ഉമ്മച്ചി എവിടെയെന്ന്. ആ കുട്ടികൾക്ക് അറിയൂല ആ കുട്ടികളുടെ ഉമ്മ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഉമ്മാനെ കാണാൻ പറ്റൂല എന്നുള്ള കാര്യം ആ 2 കുട്ടികൾക്ക് അറിയൂല. ആ കുട്ടികൾ അറിയാതെ ഉമ്മ എവിടെയെന്ന് വല്യമ്മാനോട് ചോദിക്കുമ്പോൾ മനസ്സ് തകർന്നിട്ടാണ് ആ വല്യമ്മ ആ കുട്ടികളോട് എന്തൊക്കെയോ പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണക്കാരായിട്ടുള്ള ചില ആളുകൾ ആ പെൺകുട്ടിയെ അങ്ങേയറ്റം മാനസികമായിട്ട് തളർത്തിയിട്ടുള്ള വ്യക്തികളാണ്. ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. എന്താണ് ജസീൽ ഇങ്ങനെ വിഷം കഴിക്കാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ കരുതുന്നത്? ഓള് പഠിക്കാൻ പോകുന്നുണ്ടായിന്. പഠിക്കാൻ പോകുന്നിടത്തിന് അവളെ ഫ്രണ്ടിൻ്റെ വീടേക്ക് പോയി, അഫ്രീദിൻ്റെ വീടേക്ക്. അഫ്രീദിൻ്റെ ഉമ്മയാണ് അവളെ കൂടുതൽ വിളിച്ചിന് ഫോണ്. ബാബാലത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓള് പോയി. ഓറെ കുടുംബം ഓറെ അയൽവാസികളെല്ലാം ഉണ്ട്. ഓളെൻ്റെ പേര് ജഷി എടുത്തിനെന്ന് പറയുന്നത്. ഓള് പൊന്നെടുത്തിത്താലത്ത് കുറേ കരിഞ്ഞ് പറഞ്ഞ പൊന്നെടുത്തിത്ത ഉമ്മ എന്നെ പറയുന്നത്. ഉമ്മ വിശ്വസിച്ചായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. ഓള് ഉറപ്പ് എടുക്കല. ഓളെ കല്യാണത്തിൽ 5 പൗനുണ്ടായിന്. അത് അങ്ങനെ പൊന്നെടുക്കുന്ന 5 പൗണ് ഭർത്താവിൻ്റെ പെങ്ങൾക്ക് കൊടുക്കാലോ. ഭർത്താവിൻ്റെ പെങ്ങൾക്ക് കൊടുത്തിന് 5 പൗണ്. നിങ്ങളോട് വലിയ വിഷമം പറഞ്ഞിരുന്നു എങ്ങനെ പൊന്നെടുത്തു എല്ലാവരും പറയുന്നത്? വിഷമം നിങ്ങളോട് പറഞ്ഞിരുന്നു? ഓടി വെച്ചിന് ഭയ്യ. ആ അഫ്രീദിൻ്റെ ഉമ്മ വന്നിട്ട് ഇവിടെ ഭയങ്കര വളർന്നു പ്രശ്നമാക്കിന്, ഞങ്ങളോടുള്ള പ്രശ്നമാക്കിന്. ആരാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു ഭയങ്കര പ്രശ്നമാക്കിന്, അങ്ങനെ ആക്കിന്. ഒക്കെ അപ്പോൾ ഓള് പൊന്നെടുത്തിനകത്ത് ഓളെ ഇടക്കെല്ലാം കൊണ്ടുപോയി തോന്നുന്നു. ഞങ്ങൾക്കറിയാത്ത കുറേ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോള് പോയത്. അവരെന്താ ഭീഷണിപ്പെടുത്തിയത്? പിന്നെ ഓള് ചെല്ലി മുസാഫ് പിടിച്ച് ഞാൻ പൊന്നെടുത്തിത്താ ഞാൻ മരിച്ചോ. അപ്പോൾ മരിച്ച് നമുക്ക് എന്തൊക്കെ അയിഞ്ഞവിടെ വന്ന് അയിഞ്ഞ് നല്ല ഓണ് ചോറാക്കിന്. പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും പെങ്ങളെ കൂട്ടിയിട്ട് ഈഞ്ഞ വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയാപ്പിളിൻ്റെ ആധാര കാർഡ് ഐഡി കാർഡെല്ലാം കൊണ്ടുപോയി പിള്ളേരെ DNA ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറപ്പുറം പ്രശ്നമായി. എൻ്റെ മോനിക്ക് ഗൾഫിന് എല്ലാവർക്കും ഒന്ന് വിളിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞിന്. സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോള് പോയത്. ഭർത്താവിൻ്റെ കുടുംബം ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ പെരക്കാർ ഓറൊക്കെ നിന്ന്, ആ പൊന്നു കാണാനായ പെരക്കാരൊക്കെ നിന്ന്, ജസീലാനൊക്കെ നിന്നിട്ട് ഞങ്ങളൊക്കെ നിന്നിട്ട് ഞങ്ങളെല്ലാം വിളിച്ചിട്ട് തെറി പറഞ്ഞിന്. ഭർത്താവും പറഞ്ഞിന്. ഭർത്താവിൻ്റെ പെരക്കാർ ഞാൻ ചെല്ലി ഒരിക്കൽക്ക് പിള്ളേർ തെറ്റല്ലേ, സത്യാവസ്ഥ അറിയണം, അതും കേട്ടിത്തോറ് ഓറയിലേക്ക് നിന്ന്. എന്താണ് പോലീസിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ? പോലീസുകാർക്ക് പരാതി കൊടുത്തിന്. ഈ പൊന്ന് കട്ടാൾ അറിയണേ വേണം. എൻ്റെ മോള് പോയില്ലേ, അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാണ്. ഉമ്മായത്ത് കൂക്കുന്നു. രാത്രി ഉറങ്ങിയിട്ടക്കടാക്ക ഉമ്മായത്ത് വിളിക്കുന്നത്. ചെറിയ കുഞ്ഞല്ലേ. അത് പൊന്ന് കട്ടാൾ എങ്ങനെ അറിയണം? അഫ്രീദിനെ വിടാനും കഴിയില്ല, അഫ്രീദിൻ്റെ പെരക്കാർ വിടാനും കഴിയില്ല.
ഭർത്താവ് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ, അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ, സ്വർണമല്ലേ, അത് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഒരു പക്ഷേ ഇവരുടെ കൂടെ തന്നെ ജീവിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ സപ്പോർട്ടില്ലാതെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആ ഒരു എതിർപ്പ്, അതൊക്കെയാകാം ആ ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവുക. എത്ര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാനിൽ ഇത്രമേൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുമ്പോൾ ആ ഫാമിലിയുടെ, ആ ഒരു കുടുംബത്തിൻ്റെ ഒക്കെ മാനസിക അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. സത്യാവസ്ഥ പുറത്തു വരണം. ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ, അതിൻ്റെ വില ആ ഒരു പെൺകുട്ടി എടുത്തു എന്ന് പറയുന്ന ആ സ്വർണം കട്ടെടുത്തിട്ടുള്ള യഥാർത്ഥ കുറ്റവാളി അയാൾ ശിക്ഷിക്കപ്പെടലാണ്. ആ പെൺകുട്ടി ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ നോക്കിയപ്പോഴും ആ പോലീസുകാർ അതിനെ അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിയമത്തിൽ അങ്ങനത്തുള്ള സാധ്യതകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിന്തിരിച്ചയക്കുമ്പോൾ ഇനി ഒരൊറ്റ കാര്യമേ നമ്മുടെ ഒക്കെ മുമ്പിലുള്ളൂ. ആ പെൺകുട്ടി അനുഭവിച്ച മരണവേദന, അതിൻ്റെ പകരം ആ സ്വർണം എടുത്തിട്ടുള്ള ആള്, അത് ആരുമായിക്കോട്ടെ, ആ വ്യക്തിയെ പിടിക്കുക, അവന് ഈ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ വില, അതിനോളം ശിക്ഷ ആ മനുഷ്യന് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നോട്ടെ, ദുരിതം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, പക്ഷെ അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം അതൊരിക്കലും മരണമല്ല എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാന് ആ ഒരു പെൺകുട്ടി, ഈ റമദാനിൽ ഒരുപാട് അമല് ചെയ്യേണ്ട പെൺകുട്ടി, ആ സമയത്ത് കരഞ്ഞുകൊണ്ട്, ആ കരച്ചിൽ തന്നെ സഹിക്കാൻ കഴിയുന്നില്ലല്ലേ കണ്ടിട്ട്. എത്ര വേദനാജനകമാണ്. ഒരാൾ പോലും തൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നതാണ് ആ പെൺകുട്ടിയുടെ മരണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. ആളുകളൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ വേണ്ടപ്പെട്ടവര്, ആ പെൺകുട്ടി ചിലപ്പോൾ മരണം തെരഞ്ഞെടുക്കൂലായിരുന്നു.